അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും വരയാടിനെ അടുത്ത് കാണാം. ഹിൽ സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റും. അടിപൊളി വ്യൂ പോയിന്റ് ആണ്, നല്ല വൈബാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. മൂന്നാറിൽ നിന്ന് 9 കിലോമീറ്റർ ഉണ്ട് ഇരവികുളം നാഷണൽ പാർക്കിലോട്ട്. ഈ റോഡ് എന്ന് പറയുന്നത് കാന്തല്ലൂർ മറയൂർ റോഡാണ്. അപ്പം രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇക്കോ ഡ്രൈവ് ഉണ്ട്, അതിന് 7500 രൂപയാണ്. 5 പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നിർത്തി തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി കാണാനൊക്കെ പറ്റും. നല്ല സൗകര്യമുണ്ട്. ഇതാകുമ്പോൾ ബസ്സിൽ കയറി നമ്മളെ വരയാടിൻ്റെ അവിടെ കൊണ്ടിറക്കും ഹിൽ സ്റ്റേഷനിൽ. അവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. രാവിലെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അകത്തോട്ട് പോവാം. ആദ്യം കാണുന്ന VR ആണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഹിസ്റ്ററിയും തേയിലയുടെ ഹിസ്റ്ററിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നല്ലൊരു ഡോക്യുമെൻ്ററി ആണ്, കാണാൻ എല്ലാവർക്കും നല്ലതാണത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തോട്ട് പോകാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാറുണ്ട് ബസ് കയറാനായിട്ടും. പോകുന്ന വഴിക്ക് ഹോട്ടലുണ്ട്, കൂൾ ബാർ ഉണ്ട്, കോഫി, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. നല്ല തിരക്കായിരുന്നു കണ്ടോ. അപ്പോൾ അകത്ത് കാണാനൊക്കെ ഔഷധ ചെടികളുടെ തോട്ടമാണിത്. വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അകത്ത് ഓർക്കിഡിൻ്റെ പൂന്തോട്ടം ഉണ്ട്, അതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ബസ്സിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, തിരക്കായതുകൊണ്ട്. ഒരു ബസ്സിൽ 20 പേർക്കേ കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പോകുന്ന വഴിക്കെല്ലാം ഇനി തേയിലത്തോട്ടവും മുട്ടക്കുന്നും കുറ്റിക്കാടുകളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല വ്യൂ പോയിന്റ് ആണ്. പ്രധാനമായിട്ടും നമ്മൾ വരയാടുകളെ സംരക്ഷിക്കുന്നുണ്ട്. വരയാടുകളുടെ ഇടയിൽ കൂടെ നടക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം ഇരവികുളം നാഷണൽ പാർക്കാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമായതുകൊണ്ട് ഇഷ്ടംപോലെ സസ്യങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. വരയാട്, കാട്ടുപൂച്ച, കാട്ടുപന്നി, വൈൽഡ് ഡോഗ്, തവള, അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്നാണ് പോകേണ്ടത്. അപ്പം ഇവിടെ ബാത്റൂം സൗകര്യവും കോഫി കുടിക്കാനൊക്കെ ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ തൊട്ടാണ് ഇനി വരയാടിനെ കാണാൻ പറ്റുന്നത്. നമുക്കിനി നടന്ന് മേലെ ടോപ്പ് വരെ പോവാം.
അപ്പം ചില സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരയാടിനെ കാണാൻ പറ്റത്തില്ല. തണുപ്പായതുകൊണ്ട് ഞാനും വിചാരിച്ചു കാണാൻ പറ്റത്തില്ലായിരിക്കുന്നു. അപ്പോൾ ആദ്യം കണ്ട വരയാടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവരും ഫോട്ടോ എടുക്കാൻ നിന്ന് ഓടിയില്ല കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നിറച്ചും വരയാടിനെ കാണണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. അപ്പത്തേക്ക് ഇതാ ഒരു 3 എണ്ണം ഇങ്ങോട്ട് നടന്നു വരുന്നു. വരയാടിനെ തൊടാനൊന്നും പാടില്ല, ഇവർക്കൊന്നും കൊടുക്കാനും പാടില്ല. അവിടെ നിറച്ചും വാച്ചർമാരൊക്കെ ഉണ്ട് എൻ്റെ പുറകില്. നമുക്ക് കണ്ട് ആസ്വദിച്ച് നടന്നു പോവാം. നമ്മൾ നടന്ന് ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ വരയാട് എല്ലാം കൂടെ അവിടെ അങ്ങനെ കിടക്കുന്നു കൂട്ടത്തോടെ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കണ്ടാ. കുറേ ഉണ്ട് കിടന്നുറങ്ങുക എല്ലാം കൂടെ പുല്ലൊക്കെ തിന്നിട്ട്. ഇത് മൊട്ട കുന്നുപോലാണ് കിടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ പ്രധാനമായിട്ടും നീലഗിരി ധാർ എന്നറിയപ്പെടുന്ന വരയാടുകളെയാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ രാജമല വരെയുള്ളൂ നമുക്ക് എൻട്രി. അത് കഴിഞ്ഞിട്ട് ഗ്രാമമൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും കടത്തി വിടത്തില്ല. ഇവിടം വരെ നമുക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് താഴോട്ട് നടന്ന് അവിടെ നിന്ന് ബസ് കയറി നമ്മൾ പോകാൻ പറ്റും. അപ്പം ഇവിടം വരെ എത്തി ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടു. ഇനി തിരിച്ചു പോവാം. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.